guys, welcome back and another video of Abu's Vlogs. Guys, so ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമുള്ള പുതിയ വ്ളോഗാണ്. ഈ മാസത്തെ രണ്ടാമത്തെ വ്ളോഗ്. അപ്പോൾ എന്തെന്ന് പറയട്ടെ, എന്തിനാണ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നതല്ലേ, ഫുള്ള് ബ്ലാക്ക് ഇട്ട് നിൽക്കുക ഗൈസ്. അതാണ് ഞാൻ ഇവിടെ കരുതി കണ്ണാടി പിടിച്ച് നിൽക്കുകയാണ്. എന്താ വീഡിയോ കണ്ടിട്ട് വരുമോ? ഓക്കെ, അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഡൊമിനോസിലെ എന്താ പിസ്സ കഴിക്കാനായിട്ട് വന്നിട്ട് എൻ്റെ കൂടെ ഒരാൾ കൂടെ അച്ഛനാ കണ്ട് കുറെ കാലമായിരുന്നല്ലോ. ഞാൻ സ്റ്റേഡിയമിന് വന്നേന് ഗൈസ്. നമ്മുടെ അവിടെ സ്റ്റേഡിയം കംപ്ലൈന്റ് ആയിട്ട് കിടന്ന് കറങ്ങി. ഞാൻ ആക്ച്വലി വിളിച്ചോണ്ടിരുന്നത് നീ ജിമ്മൊന്നും ഇല്ല, നൈറ്റ് എന്താണ് പരിപാടി എന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആകാശത്ത് എന്തൊക്കെ മാപ്പ് ഔട്ടിന്റെ കാര്യം പറയാൻ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. അവിടെ പോയിട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വരുമ്പോ എന്റെ പൂച്ച ഇതില്ല കിടക്കുന്നേ. കിടന്നു ഐഷു. ഗൈസ്, ഞാനും ഷോട്ട് ബായും കൂടി നമ്മുടെ ടെക്നോ പാർക്ക് ആയിരുന്നല്ലോ ഇത്ര നേരം. ടെക്നോ പാർക്കിന്റെ അവിടെ ടെക്നോ പാർക്കിന്റെ ഫേസ് 1 ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 2-3 പേർക്ക് കൊണ്ട് വെയിറ്റിംഗിലാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് എവിടെയാണ് വന്നത്? ഹോട്ടൽ. നമ്മുടെ പോത്തങ്കോടാണ് സ്ഥലം. നമ്മൾ മിക്കവാറും ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അടിപൊളി ഫുഡാണ് അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? ഡെയിലി ഇവിടെ അല്ല, നമ്മൾ രണ്ടും ഡെയിലിയാണ് ഇവിടെ കഴിക്കുന്നത്. ബാക്കിയുള്ളവരും വല്ലപ്പോഴൊക്കെയുള്ളൂ. ഗൈസ്, നമ്മൾ അവിടെ നിന്നൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്താണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് ഇതായത്. ഇതിന്റെ കൂടെ തന്നെയാണ് ആദർശ്. ഇതിന് മുമ്പ് ഒരു വ്ളോഗിലുണ്ടായിരുന്നില്ലേ വിഷയം. അപ്പം എന്താണ് പോത്തങ്കോട് HK ഷോപ്പ്. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോണേണ്. അപ്പം കരുതി ഒരു ഫൈറ്റർ മേടിച്ചുകൊണ്ട് പോവാന്ന്. സോ അങ്ങനെ ഞാനൊരു ഫൈറ്ററിനെ നോക്കി. വൈറ്റ് ഫൈറ്റർ ഉള്ള അല്ലേ? ഇത് റയറെന്നാണ് പറഞ്ഞു. റയർ അല്ലെങ്കിൽ ഇവനെ അടിക്കാൻ കേസ്. അപ്പം ഇതും കൂടി എല്ലാം കൂടി സെറ്റ് ചെയ്യണം. നമുക്കിത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ പോകണമെന്നുണ്ടോ പറ്റൂലെന്ന് പറഞ്ഞോളൂ കേസ്. അപ്പോൾ അടുത്ത ദിവസം കാണാൻ പറ്റും. അവരെ ഞാൻ കണ്ടാണ്. നമ്മുടെ പൂച്ച പ്രസവിക്കാൻ വേണ്ടി കിടക്കുമായിരുന്നു. പ്രസവിച്ച് ഗൈസ് എൻ്റെ റൂമിൽ കാണിച്ചില്ല. കണ്ട ഗൈസ് കിടക്കുന്നത് എൻ്റെ അലമേരിക്കകത്ത് കയറി കിടക്കുക. എത്ര കുട്ടി വീണ്ടും നിങ്ങളോ കുട്ടിയുണ്ട് അതൊരു സൈഡിൽ. അപ്പം നമുക്ക് ഇവിടെ മീനെ ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി ഇതാ ഞാൻ ഇവിടെ കൊണ്ടുവച്ച സാധനം. അനിയത്തിയുടെ റൂമാണ്. ഇവിടെ ഇരിക്കും. ഞാനാണെങ്കിൽ നോക്കത്തില്ല എൻ്റെ റൂമിൽ, എപ്പോഴും ഞാൻ കാണത്തുമില്ല. ഓ, അപ്പോൾ ഗൈസ് അടുത്ത ദിവസം കാണാം. ഗൈസ്, ടുഡേ ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് കരുതി മുടി വെട്ടാന്ന്. ഭയങ്കരമായിട്ട് വളർന്നല്ല, പക്ഷേ മേളിൽ വെട്ടൂല ഗൈസ്. സൈഡിൽ കുറച്ചുള്ളത് കിട്ടി കളയാന്ന് പറ്റി. അപ്പോൾ ഞാനുണ്ട് ചോട്ടു ഫുഡ് മേടിക്കാനായിട്ട് പോയേക്കാണ്. പോയിട്ട് വന്നിട്ട് അതിനുമ്പ് ഞാൻ കയറി വെട്ടാൻ നേരത്തെ ചോട്ടുവിനെ ഒന്ന് വെട്ടണം. അപ്പം പോയിട്ട് വരട്ടെ. നമുക്ക് പറയാണ്ട് ചോട്ടിനോട് മുടി എടുത്ത് തരും. ആൾറെഡി എൻ്റെ കാര്യമായിരുന്നു. പുള്ളിക്ക് സമയമായി പോവാനായിട്ട്. ഞാൻ ഇത് വൈഷുവിനോടൊപ്പം ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് GF ചെയ്യാനായിട്ട്. GF എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. മറ്റേ മുടി എടുക്കണ്ട, മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നതുകൊണ്ട് കൊഴിയാതിരിക്കാൻ വേണ്ടിയുള്ള ഗ്രോത്ത് ഫാക്ടർ ഗൈസ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള അതൊരു വീടാണെന്ന് തോന്നുന്നു. എന്റെ പെയിനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത് കന്യാകുമാരി കിട്ടുന്ന റോഡല്ലേ. അവിടെ തന്നെ കിട്ടുന്ന മലയൊക്കെ ഉണ്ട്. ഇന്ന് 18-ാം തീയതിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 2 ഫ്രണ്ട്സിന്റെ. ഒന്ന് ആതിര PS, ഒന്ന് അഖിലേഷ്. ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഏകദേശം 10-13 വർഷത്തെ പ്രണയത്തിന് ശേഷം ഒരു ഡ്രീം കല്യാണമാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. ഉണ്ട്, നിഹാസ് ഉണ്ട്, പാത്തുണ്ട്. നമ്മളെല്ലാവരും കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്ക് പോത്തങ്കോട്. കല്യാണം ഇപ്പൊ കഴിയും. 11:45. നമുക്ക് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും വണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോകണായിരിക്കും ബെറ്റർ എന്ന്. എന്റെ ഫ്രണ്ട് അല്ലാട്ട് ഇവരുടെ 2 ഫ്രണ്ടാണ്. അപ്പൊ എന്റെ ഫ്രണ്ടോടാണ്. അപ്പൊ നമ്മൾ അവരുടെ കല്യാണത്തിന് പോവാണ്. പോകുന്നത് സമയം എന്ന്
ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ ഇപ്പൊ തന്നെ 12 മണിയായി. ആ ഇതൊരു വിഷയമല്ല. ഇവരുടെ പണ്ടൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ ചെന്നത് 2 മണിക്കാണ്. അതുപോലെ ഉള്ളു ഇതും. അപ്പൊ നമ്മള് കല്യാണത്തിന് പോവാണ്. അവിടെ ഇവരുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനെ ആരുമായിട്ടും കമ്പനി ഒന്നും ഇല്ല. പിന്നെ എനിക്ക് കല്യാണത്തിന് പോകാൻ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നാലും എനിക്ക് ഇവന് പിന്നെ പെമ്പിളാരെ കാണുമ്പോ ആ വശത്തോട്ടൊരു വലിവുണ്ട്. അതെങ്ങനെ മനസ്സിലായി? സീരിയസ്ലി കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം. അപ്പൊ ബൈ. അങ്ങനെ നമ്മളെ കല്യാണം നടക്കുന്ന ആട്ടുകളത്തിലെത്തി. ഗൈസ് നമ്മുടെ MG തിയേറ്ററാണ്. ഇവിടെയാണ് ഗൈസ് കല്യാണം നടക്കുന്നത്. ഞാൻ കേട്ടാന്ന് അവിടെ പൊളിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഗൈസ് അങ്ങനെ കല്യാണത്തിന് നമ്മുടെ ഒരുപാട് കൂട്ടുകാരെ വിളിച്ച് കിട്ടി. പോയി കാണിക്കും. ഇത് കണ്ട ഗൈസ് എന്റെ ചെറുക്കൻ ബാത്റൂമാണ്. വേറെ ബാത്റൂമിൽ കയറി ബാത്റൂം അത് കാണിച്ചു. അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. അബദ്ധമല്ലേ, കുഴപ്പമില്ലല്ലോ ഗൈസ്. നമ്മള് സദ്യ കഴിച്ചതിന് ശേഷം ഒന്നും കൂടി സദ്യ കഴിക്കാനായിട്ട് നമ്മൾ ഇപ്പുറത്ത് കയറി. അവിടെ നൂഡിൽസ് എന്നാണ് പറയുന്നത്. നമ്മള് ബിരിയാണി അടിക്കാൻ ബിരിയാണി വെള്ളം മേടിച്ചിട്ട് രണ്ടും കഴിക്കാം. സദ്യ കഴിച്ചു എന്നാലും കഴിക്കാൻ തരും. ഞാൻ കഴിച്ച ബിരിയാണിയാണ്, പൊറോട്ടയാണ്, കോഴി ചിക്കൻ 65 സത്യം. പണം എനിക്കൊരു പ്രശ്നമല്ല. അവളുടെ സന്തോഷം നോക്കിയാണ് നമ്മള് ബിരിയാണി. ഗൈസ് നമ്മളവിടെ റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ കഴക്കൂട്ട ഇവരുടെ പണഞ്ഞ വീലുണ്ട്. നമ്മൾ നേരെ ഡിസി കുപ്പിലോട്ട് വന്നതാണ്. ഓ ഗൈസ് കൊള്ളല്ലേ. ഗ്യാസ് പിറകിലും ഉണ്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകുന്നതായിരുന്നു. അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന ഡെസി കൂപ്പയിൽ നിക്കാണ്. പുതിയതായിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. എല്ലാരും പിന്നെ ഇവനെന്തോ ആവശ്യത്തിന് പോവാണ്. തിരിച്ചു പോവാ ബാംഗ്ലൂരിൽ പോവാണ്. അറിയാൻ വയ്യ. എന്തായാലും പെലപ്പിക്കാൻ പോകണം, അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല ഗൈസ് നമ്മൾ ഉറപ്പായിട്ട് സിനിമയ്ക്ക് പോകും. കാരണം 10:45 സെറ്റാണ്. ഫൈനലി നമ്മള് തമ്പാനൂരിലുള്ള കൈരളി എന്നുള്ള തിയേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പം നിഹാസും ബാത്തും കൂടി മേളിൽ കയറിപ്പോയി. ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്, ബാത്റൂമിൽ പോയിരിക്കുന്നത്. അപ്പൊ അവനും കൂടി വന്നിട്ട് ഞാനും അവനും ബാത്തും നിഹാസും കൂടി വാഴ കാണാൻ കയറുകയാണ്. അങ്ങോട്ട് പോവാം. വാഴയുടെ ഫസ്റ്റ് ഹാഫ് കണ്ട് എങ്ങനെയല്ലേ അഭിപ്രായം? ഒരു രക്ഷയില്ല, മാരക സാധനം. പക്ഷേ ഞാൻ കരുതി നമ്മുടെ സാംസങ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്കോ സിസ്റ്റത്തിലോട്ട് സാംസങ്ങിന്റെ വാച്ച്, സാംസങ്ങിന് ഒരു ഇയർബഡ്സും കൂടി മേടിക്കുകയാണ്. സാംസങ് ഗാലക്സി ബഡ്സ് FE നോക്കട്ടെ ഗൈസ്. ഇതിനും AI ഫീച്ചറൊക്കെ വരുന്നുണ്ട്. എനിക്കിപ്പം നമ്മുടെ ഹരി ഉണ്ടാകും, 5G ഹരി. പുള്ളിക്കാരത്തിരി അത്യാവശ്യം റേറ്റ് കുറച്ചാണ് എനിക്ക് എടുത്തിരുന്നത്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ് വരുന്നത്. പക്ഷേ എനിക്ക് 10 രൂപ ആയിട്ടില്ല. ഓക്കെ ഗൈസ്, ആൾറെഡി നമ്മൾ വാഴ കണ്ടാണ്. പക്ഷെ ഒന്നും കൂടി വാഴ കാണാൻ ഞാൻ വലത്താപ്പ് ചോട്ടു പോയി. അടിപൊളി പടം ഗൈസ്. If you all like this video, show me some love in the form of comments guys and like. Bye bye. Abus vlog അടുത്ത വീഡിയോയിലേക്ക് കാണാം.